നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ചുറ്റുപാടും പല തരത്തിലുള്ള മനുഷ്യരുണ്ട്. മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന മനുഷ്യരാണ് കൂടുതലും. എങ്കിലും കുറേ വിഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം മറ്റുള്ളവരുടെ വളർച്ചയെ ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണ്. അസൂയാലുക്കൾ എന്ന് പൊതുവേ നമ്മൾ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. ഇവരെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് പേർ കൗൺസിലിങ്ങുമായി വരുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. പ്രധാനമായും ഇങ്ങനെയുള്ള ആൾക്കാരെ മൂന്നായി തിരിക്കാം. മറ്റുള്ള ഒരാളിൻ്റെ വളർച്ച കാണുമ്പോൾ അല്ലെങ്കിൽ തന്നെക്കാൾ ഒരാൾ വളർന്നു എന്ന് തോന്നുമ്പോൾ മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് അസൂയ എന്ന് പറയാം. എന്നാൽ ചിലരിൽ ഇതിൻ്റെ അളവ് വളരെ കൂടിയിരിക്കും. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പോലുള്ള ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന വ്യക്തികളാണ്, അസൂയാലുക്കളായ വ്യക്തികളാണ്. അവർക്ക് പറയുന്ന പേര് ഹേറ്റേഴ്സ് എന്നാണ്. സോഷ്യൽ മീഡിയ ഹേറ്റേഴ്സ് എന്നാണ് പൊതുവെ അവരെക്കുറിച്ച് പറയുക. അതായത് ഇല്ലാ കഥകൾ, അപവാദങ്ങൾ, പ്രശസ്തരായ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് ഇല്ലാത്ത കഥകളുണ്ടാക്കി അവർ പോസ്റ്റ് ചെയ്യുകയും കമൻ്റായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ തുടർച്ചയായിട്ട് ട്രോളുകളോ മറ്റോ ഉണ്ടാക്കി തുടർച്ചയായി മറ്റുള്ള ആളിൻ്റെ പ്രവർത്തനങ്ങളെ, പോയിക്കൊണ്ടിരിക്കുന്ന രീതികളെ, അയാളുടെ മേഖലയിൽ കടന്നു കയറി അയാൾ ആക്രമിക്കുന്ന ഒരു പ്രവണത ഒരുപാട് കാണാറുണ്ട്. ഒരുപാട് പേർ ഇവരുടെ ആക്രമണത്തെ ഭയന്ന് പിന്നിലേക്ക് പോകുന്നത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒരുപാട് പേരെ കാണാൻ കഴിയും. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത് ഇവരുടെ IP അഡ്രസ് അല്ലെങ്കിൽ അതുപോലുള്ള ഇമെയിൽ ID ഒന്നും ശരിയായിട്ടുള്ളത് ആയിരിക്കുകയില്ല. രഹസ്യമായി അല്ലെങ്കിൽ മറഞ്ഞിരുന്നു കൊണ്ട് അവരുടെ മുഖമോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒളിച്ചിരുന്നു കൊണ്ടായിരിക്കും ഇവരുടെ പ്രവർത്തനം കൂടുതലായി നടത്തുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സാധാരണ അസൂയാലുക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ്. പക്ഷേ ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നേരിട്ടൊരാളെ ആക്രമിക്കില്ല, മറിച്ച് അർത്ഥസത്യങ്ങൾ കൂടുതലായി പറഞ്ഞ്. കാരണം ഒരാളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും, കള്ളം പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ അർത്ഥസത്യം പറയുമ്പോൾ പലപ്പോഴും അതിനെ ഡിഫെൻഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യുവാൻ, അതിനെ എതിർത്ത് പറയുവാൻ, അത് അങ്ങനെ അല്ല എന്ന് പറയുവാൻ അത് അനുഭവിക്കുന്ന ആളിന് കഴിയാറില്ല. കാരണം അതിൽ പകുതി സത്യമുണ്ട്. അവിടെ പോയിട്ട് അങ്ങനെ ചെയ്തു എന്ന് പറയും. അവിടെ പോയത് സത്യമായിരിക്കും, ചെയ്തത് സത്യമായിരിക്കില്ല. പോയില്ല എന്ന് ഇയാൾക്ക് വാദിച്ച് ജയിക്കാനോ പറഞ്ഞ് ഫലിപ്പിക്കാനോ സാധിക്കാറില്ല. അപ്പോൾ പോയെങ്കിൽ ചെയ്തു എന്ന് സ്വാഭാവികമായും കേൾക്കുന്ന ആളുകൾ വിചാരിക്കും. അപ്പോൾ അർത്ഥസത്യങ്ങൾ വഴി മനുഷ്യരെ അപവാദത്തിൽ കുരുക്കി അവരെ തകർക്കുന്ന, അവരുടെ ജീവിതത്തെ തകർക്കുന്ന, മനസ്സമാധാനത്തെ തകർക്കുന്ന, ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളെ തകർക്കുന്ന മനുഷ്യരുമുണ്ട്. മൂന്നാമത്തെ വിഭാഗം വളരെ രസകരമായൊരു വിഭാഗമാണ്. കോപ്പി ക്യാറ്റ് എന്ന് പറയും. കോപ്പി ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരാളുടെ അസൂയ ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തെ അനുകരിക്കുകയാണ് ചെയ്യുക. സാധാരണയായിട്ട് പ്രശസ്തരായ അല്ലെങ്കിൽ ആരാധനയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ, രീതികൾ, ശൈലികൾ, മുടി ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്ന രീതിയോ പെരുമാറുന്ന രീതിയോ ഒക്കെ അനുകരിക്കുന്ന നമ്മൾ കാണാറുണ്ട്. അത് വേറൊരു വിഭാഗം, അവർ കോപ്പി ക്യാറ്റല്ല. പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോട് വിരോധമുണ്ട് അല്ലെങ്കിൽ അസൂയയുണ്ട്, അപ്പോൾ അയാളെപ്പോലെ ആകണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അയാൾ ചെയ്യുന്ന ചേഷ്ടകൾ, രീതികൾ, സ്വഭാവങ്ങൾ, ശൈലികളൊക്കെയും കോപ്പി ക്യാറ്റ് ചെയ്യും. കാരണം അയാളെപ്പോലെ അയാളെ മറികടക്കണം എന്നുള്ള അസൂയയുടെ ചിന്തയാണ് ഈ ആളുകളെ ഭരിക്കുക. ഇത് വളരെ രസകരമായ മൂന്നാമത്തെ വിഭാഗമാണ്. ഈ മൂന്ന് വിഭാഗമായിരുന്നാലും അനുഭവിക്കുന്ന ആളിന് അത്ര സുഖകരമായ സംഗതി അല്ല. അയാളുടെ ജീവിതത്തിൽ അയാളുടെ തൊഴിലുകൾ, അയാളുടെ കുടുംബജീവിതം, അയാളുടെ പഠനം, അയാളുടെ മുന്നോട്ടുള്ള യാത്രകൾ എല്ലാറ്റിനെയും ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരുപാട് ബാധിക്കാറുണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒരുപാട് ഒഴിഞ്ഞു പോയിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിറയെ പേർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്ന്, എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യുക? ഇവരെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എക്സ്പോസാണ്. ഇവരെക്കുറിച്ച് അവർ പുറത്ത് പറയാൻ ആഗ്രഹിക്കാറ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവർ പലപ്പോഴും രഹസ്യമായിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം നേരിട്ട് വന്ന് വെളിച്ചത്തിൽ നിന്ന്, ലൈറ്റിൽ നിന്ന് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന ആളാണ് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ അപ്രത്യക്ഷമാകും. രണ്ടാമത് ജനങ്ങൾ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് അവരെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ സാധിക്കും. അവരെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഒരു ശല്യമല്ല എന്ന് വിചാരിച്ച് വഴിമാറി നടന്നു കഴിഞ്ഞാൽ, നമ്മുടേതായിട്ടുള്ള വഴികളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കാൻ സാധിക്കും. ഇവരെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആ ചിന്തകൾ ഒരുപാട് പേർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് പേർ അവരെ ഭയപ്പെട്ട് ജീവിക്കാറുണ്ട്. ട്രോളിനെ ഭയന്ന്, ഇവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഭയന്ന് ജീവിക്കാറുണ്ട്. ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് നമ്മുടേതായിട്ടുള്ള വഴികൾ, കാരണം നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ വഴികൾ ചരിക്കുക, നമ്മുടെ വഴിയിൽ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.